നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഞാനിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ സൈഡിൽ നിർത്തിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് യു ടേൺ എടുക്കണം. യു ടേൺ എടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ആക്ച്വലി ഒറ്റ ടേക്കിന് എനിക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഒന്ന് മുമ്പോട്ടേക്ക് പോയി പിന്നീട് ഒന്ന് റിവേഴ്സ് വരേണ്ടി വരും. ഞാനിതാ ഇത്ര മുമ്പോട്ടേക്ക് പോകുന്നു, വീണ്ടും റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്യുന്നു, വണ്ടി ഇതാ റിവേഴ്സ് എടുക്കുന്നു. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് മാറ്റി തിരിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. വീണ്ടും മുൻപോട്ടേക്ക് പോകുന്നു, ഡ്രൈവ് മോഡിലിട്ട് മുൻപോട്ടേക്ക് പോകുന്നു. തിരിഞ്ഞു കഴിഞ്ഞു. നമ്മൾ തിരിഞ്ഞ് ഇതിപ്പം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. ഇനി നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ യു ടേൺ എടുക്കുന്ന സമയത്ത് വീതി കുറഞ്ഞ റോഡുകളിലൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് പേഴ്സണൽ മെസ്സേജസ് അയക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പേജിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാ ആളുകൾക്കും റിപ്ലൈ ചെയ്യും. പക്ഷേ പെട്ടെന്ന് കിട്ടുകയില്ല റിപ്ലൈ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓരോരാൾക്കും നോക്കി റിപ്ലൈ കൊടുത്തുകൊണ്ട് വരികയാണ്. എന്തായാലും റിപ്ലൈ ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ളത്, എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ട്രാവൽ ചാനൽ നിങ്ങളെല്ലാവരും കാണുക. വെസ്റ്റ് ബംഗാൾ യാത്രയുടെ ട്രാവൽ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കുക, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ആക്സിലറേറ്റർ മാത്രം കൊടുത്താൽ മതി. ഗിയർ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെയില്ല. നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ നോട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് മുമ്പിലേക്ക് നോക്കിയിരിക്കണം. ദൂരെയുള്ള കാഴ്ചകൾ പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയണം. ഞാനത് ക്ലിയറായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ മിററിലൂടെ ബാക്കിലൊരു വണ്ടി കണ്ടു. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സൈഡ് ചേർത്തത്. ആ ഒരു വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയണം, ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് കാണാൻ കഴിയണം. എങ്ങനെ കാണാൻ കഴിയും? മിററിലൂടെ കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് മുൻപിലുള്ള കാഴ്ചകൾ. ഇനി നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് പ്രശ്നമൊക്കെ പരിഹരിക്കണം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ദൂരെയുള്ള കാഴ്ചകൾ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അത്തരം ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കറക്റ്റാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ സൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റണം നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ നിന്നൊരു വണ്ടി ശക്തമായി ഹോൺ അടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങളുടെ ചെവിക്ക് അത് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ഇങ്ങനൊരു ഹോൺ അടിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ കേൾവി ശക്തി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ അതൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഡ്രൈവിങ്ങിൽ നമുക്ക് കണ്ണും കാതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളോട് എടുത്തു പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഡ്രൈവിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ഹെൽത്തി ആയിരിക്കണം നിങ്ങളെപ്പോഴും. ഹെൽത്തി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. സപ്പോസ് നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാണ്ട് വയറുവേദന അനുഭവപ്പെടുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും സൈഡാക്കി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 2 സൈൻ ബോർഡുകൾ കണ്ടു. സൈൻ ബോർഡുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻപിൽ ഹമ്പ് ഉണ്ട് എന്ന് ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെയിൽവേ ഗേറ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഹമ്പ് കയറി ഇറങ്ങി ഒരു റെയിൽവേ ഗേറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ റെയിൽവേ ഗേറ്റിലൂടെ എനിക്ക് വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ചില റെയിൽവേ ഗേറ്റുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യാൻ. ഇപ്പോൾ റെയിൽവേ ഗേറ്റുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഓക്കെ ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ചൈനാക്കളെ റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ പണിയൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കുക, എതിരെ ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് മുൻപിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ നോക്കുക, കറക്റ്റാണ് സൈഡുള്ളത്. പതിയെ ഞാൻ വണ്ടി മുന്നിലേക്ക് എടുക്കുന്നു. ഇനി ഞാനൊരു മെയിൻ റോഡിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊരു ടീ റോഡാണ്. ഞാൻ ഇവിടെ വണ്ടി നിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർത്തിയിട്ട് നിങ്ങൾ 2 സൈഡും നോക്കണം. വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പതിയെ കയറണം. ഇൻഡിക്കേറ്റർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് കയറുന്നതെന്ന്. ഞാനിതാ കയറിയ ഉടൻ തന്നെ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി. നമ്മളിപ്പോൾ തിരക്കേറിയ ഒരു റോഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. വളരെ സൈഡ് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും നോക്കണം. അപ്പോൾ 2 വശത്തു നിന്നും വണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാക്കിൽ നിന്ന് വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വരും. അതേപോലെ തന്നെ മുമ്പിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സൈഡ് മാത്രം ചേർത്ത് നമ്മൾ പോകാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾ വീതിയുള്ള ഒരു റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൂടെ പോകും. അങ്ങനെ ഒരിക്കലും പോകരുത്. നമ്മൾക്ക് എത്രയാണോ സ്പേസ് വേണ്ടത് ആ ഒരു സ്പേസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഞാനിപ്പോൾ പെട്രോൾ പമ്പിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു. ഞാനിതാ പതിയെ പമ്പിലേക്ക് കയറുന്നു. നിങ്ങൾ നോക്കുക, പെട്രോൾ പമ്പിലേക്ക് പതിയെ കയറുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് വളരെയധികം സ്പീഡ് നിങ്ങൾ കുറക്കുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി ഒതുക്കി വെക്കുക. ഒതുക്കി വെച്ചതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എവിടെയാണ് ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള കൺട്രോൾ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാനിതാ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വണ്ടി ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ പെട്രോൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിർത്തുന്ന സമയത്ത് എപ്പോഴും ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡാക്കി വെക്കുന്നത് നല്ലൊരു ശീലമാണ്. അപ്പോൾ ഞാനിപ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓഫ് ചെയ്യുകയാണ്. ന്യൂട്രലാക്കി എൻജിൻ ഓഫ് ചെയ്തു. ഞാൻ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡാക്കി. ഇനി ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു തരത്തിലായിരിക്കണം നിങ്ങൾ എപ്പോഴും പെട്രോൾ പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇതൊന്നും പലരും ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പെട്രോൾ ഫില്ല് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പറയും. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുക. ഇനി നിങ്ങൾ കാർഡാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കാർഡ് കൊടുക്കുക. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ ഇവിടുന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്താണ്? ന്യൂട്രലാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവ് മോഡിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസാക്കാൻ മറന്നു പോകരുത്. ചില ആളുകൾ ഇങ്ങനെയുള്ള കേസിന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറന്നു പോകും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. റോഡിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തു. ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രമേ കയറാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം ഒരുപാട് വണ്ടികൾ പോകുന്ന റോഡാണ്. തിരക്ക് പിടിച്ച് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉറപ്പാണ്. ഇവിടെ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. റോഡ് ഫ്രീ ആയിട്ടാകുമ്പോൾ മാത്രം പതിയെ സൈഡ് ചേർന്ന് റോഡിലേക്ക് കയറുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പതിയെ കയറി. എനിക്ക് ആവശ്യമുള്ളത്ര സ്പേസ് മാത്രം എടുത്തിട്ടാണ് ഞാൻ കയറിയത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നോക്കുക, ഈ ഒരു റോഡിലൂടെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വണ്ടികളുണ്ടോ അതേപോലെ തന്നെ എതിരെ വണ്ടികളുണ്ടോ എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളുടെ സൈഡ് ചേർത്തിട്ട് പോവുക. ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇനി കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് ടയർ എവിടെയാണെന്ന് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യണം. ടയർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റു വാഹനങ്ങളെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമില്ല. പല ആളുകൾക്കും പേടി ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് സൈഡ് ചേർത്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ മറ്റുള്ള വണ്ടി എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അവർ കറക്റ്റായിട്ട് പോയിക്കോളും. നേരെമറിച്ച് നിങ്ങൾ കൃത്യതയില്ലാതെയാണ് പോകുന്നതെങ്കിലോ പലപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാനിപ്പം സൈഡ് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഞാനിത് ഇവിടെ മാക്സിമം വണ്ടി സൈഡാക്കി ടെമ്പററി ആയിട്ട് വണ്ടി നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്